ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒഫീഷ്യലായിട്ടുള്ള വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വോട്ട് റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള അനീഷാണ്. അനീഷിന് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 3,74,123 വോട്ടുകൾ അനീഷ് സ്വന്തമാക്കിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ചെറിയൊരു വോട്ട് വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അനുമോളാണ്. അനുമോൾക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 3,69,287 വോട്ടുകൾ അനുമോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അനീഷും അനുമോളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള ഷാനവാസാണ്. ഷാനവാസിന് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 3,65,342 വോട്ടുകൾ ഷാനവാസ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. ഈ വോട്ട് വെച്ച് സത്യം പറയാൻ ജയിക്കാനുള്ള രീതിയിലുള്ള വോട്ട് ഷാനവാസ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ നാലാം സ്ഥാനത്തോട്ട് പറന്നെത്തുന്ന നൂറയാണ് കാണാൻ സാധിക്കുന്നത്. നൂറയ്ക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 3,50,510 വോട്ടുകൾ നൂറ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അഞ്ചാം സ്ഥാനത്തോട്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റമായി എത്തുന്നത് നെവിനാണ്. നെവിന് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 3,49,440 വോട്ടുകൾ നെവിൻ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആറാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 3,38,521 വോട്ടുകൾ അക്ബർ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. ഏഴാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള ആദിലയാണ്. ആദിലയ്ക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 3,21,523 വോട്ടുകൾ ആദിൽ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നൊരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ അക്ബർ അല്ലെങ്കിൽ ആദില ഇവർ രണ്ടുപേരിൽ ഒരാൾ പുറത്തു പോകുന്നതായിരിക്കും. ചിലപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തു പോകുന്നതായിരിക്കും. എന്തായാലും ഗ്രാൻഡ് ഫിനാലിൻ്റെ അന്ന് എന്തായാലും ടോപ്പ് 5 ആയിട്ടുള്ള ഒരു ടോപ്പ് 5 കണ്ടസ്റ്റൻസിനെ മാത്രമേ എടുക്കാനുള്ള എല്ലാ ചാൻസസും കാണുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ടുപേരെ എങ്ങനെ കളിച്ചാലും ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ഇവരെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മുടെ ശ്രീ മോഹൻലാൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം മിഡ് വീക്ക് എവിക്ഷനിൽ ആര് പുറത്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടണും അടിച്ചു പൊളിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.